വേവിലെ 2 ദിവസത്തെ സ്റ്റേയും ഫുഡും പിന്നെ ഈ കാഴ്ചകളും ഒക്കെ കൂടിയിട്ട് മനസ്സിന് വല്ലാത്തൊരു റിലാക്സ് ആയിരുന്നു. ഇന്നിനി രാവിലെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകണം. വയനാടിലൂടെ ഒന്ന് കറങ്ങി നടക്കണം. രാവിലെ 10 മണി കഴിഞ്ഞപ്പോൾ ചെക്കൗട്ട് ചെയ്ത് പുറത്തിറങ്ങി. ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് നേരെ പുറത്തേക്ക്. വേവിലെ 2 ദിവസത്തെ സ്റ്റേ ശരിക്കും റിലാക്സിംഗ് ആയിരുന്നു, മനസ്സിനും ശരീരത്തിനും. റിസോർട്ടിലേക്കുള്ള റോഡിൻ്റെ കുറച്ച് ഭാഗം വളരെ മോശമാണ്. അതൊഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ഗംഭീരമാണ്. വശ്യമായ ഒരു സൗന്ദര്യമുണ്ട് വയനാടിന്. ഇതുപോലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പോകുന്നത് നെല്ലറച്ചാലാണ്. നെല്ലറച്ചാൽ നിങ്ങൾ പോയിട്ടുണ്ടോ? വയനാട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്പോട്ടുകളൊന്നാണ് കേട്ടോ നെല്ലറച്ചാൽ. ഒരുപാട് പേര് ഇന്ന് നെല്ലറച്ചാൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. രാവിലെയും വൈകുന്നേരങ്ങളിലാണ് കൂടുതലായിട്ട് ഇവിടെ തിരക്കുള്ളത്. നെല്ലറച്ചാലിലേക്ക് പോകുന്ന റോഡ് കുറച്ച് മോശമാണ്. കരാപ്പുഴ ഡാമിൻ്റെ വ്യത്യസ്ത കാഴ്ചകളും മുട്ടക്കുന്നുകളുമാണ് ഇവിടേക്ക് സഞ്ചാരികളെ കൂടുതലായിട്ട് ആകർഷിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരുപാട് പേരുണ്ടാവും. നഗരത്തിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് ഗ്രാമീണതയുടെ വശ്യത അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്. നടുക്ക് വലിയൊരു ലേക്കും ചുറ്റും പച്ചക്കുന്നുകളും ചെറിയ ചെറിയ ദ്വീപുകളും എത്ര കണ്ടാലും മതിവരാത്ത വശ്യതയുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഈ നെല്ലറച്ചാൽ. വാഗമണിൻ്റെ ലാൻഡ്സ്കേപ്പുമായിട്ട് നല്ല സാമ്യമുണ്ട് കേട്ടോ നെല്ലറച്ചാലിന്. വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിക്കും ആൽബം ഷൂട്ടിങ്ങിനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഇപ്പോൾ നെല്ലറച്ചാൽ ചൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടെ വന്നിങ്ങനെ ഇരുന്ന സമയം പോകുന്ന അറിയില്ല. കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചക്കുന്നുകളും നീല തടാകവും വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഇനി ഇവിടുന്ന് ഞാൻ നേരെ പോകുന്നത് മാനന്തവാടിയിലേക്കാണ്. മാനന്തവാടിയിലെ പഴശ്ശിക്കുടീരം ഒന്ന് കാണണം. വയനാടിൻ്റെ ഓരോ ഭാഗവും യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് എത്രത്തോളം മനോഹരമാണെന്ന്. മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ വയനാടിനുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മാനന്തവാടിയിലെ പഴശ്ശിക്കുടീരത്തിലെത്തി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ പോരാടിയ ആദ്യകാല നായകന്മാരിൽ ഒരാളാണ് പഴശ്ശിരാജ. AD 1805 നവംബർ 30 പുൽപ്പള്ളിയിലെ മാവിലം തോട്ടിൽ വെച്ച് രക്തസാക്ഷിയായ പഴശ്ശിരാജയുടെ മൃതദേഹം അന്നത്തെ ബ്രിട്ടീഷ് സബ് കളക്ടറായിരുന്ന TH ബാബറുടെ മഞ്ചത്തിൽ കിടത്തി മാനന്തവാടിയിലെ ഈ മണ്ണിൽ കൊണ്ടുവന്ന് സൈനിക ബഹുമതികളോടെയാണ് സംസ്കരിച്ചത്. ആദ്യകാലത്ത് ഈ കല്ലറയുടെ ഭാഗത്ത് വലിയൊരു മരം ഉണ്ടായിരുന്നു. ഏകദേശം 2000 ആയപ്പോൾ ആ മരം ഉണങ്ങിപ്പോയി. അപ്പോഴാണ് പഴശ്ശിയുടെ ഒരു സ്മാരകം ഇവിടെ വേണമെന്ന് തീരുമാനമെടുത്തത്. അങ്ങനെ ശവകുടീരത്തിലെ മരനിന്ന ഭാഗത്തെ മണ്ണ് മാറ്റിയപ്പോൾ ഒരു ചെങ്കല്ല് കൊണ്ട് കെട്ടിയ ഭാഗം കാണുകയും ചെയ്തു. ആ ചെങ്കല്ല് കെട്ടിയ ഭാഗം അതുപോലെ എടുത്ത് ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ വയനാട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും മാനന്തവാടിയിലെ ഈ പഴശ്ശിക്കുടീരം കാണണം കേട്ടോ. വളരെ മനോഹരമായിട്ടാണ് പഴശ്ശിക്കുടീരം കേരള സർക്കാർ ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത്. ഈ പഴശ്ശിക്കുടീരത്തോടൊപ്പം തന്നെ ഇവിടെ വേറൊരു മ്യൂസിയം കൂടിയുണ്ട് കേട്ടോ. നമുക്കിനി നേരെ ആ മ്യൂസിയത്തിലോട്ട് പോവാം. ഇവിടുന്ന് നേരെ പടവുകൾ ഇറങ്ങി താഴോട്ട് ഇറങ്ങി ചെല്ലുന്നത് മ്യൂസിയത്തിലേക്കാണ്. മ്യൂസിയത്തിനകത്ത് കയറുമ്പോൾ ആദ്യം ഇടതുഭാഗത്ത് ഒരു റൂം കാണാം കേട്ടോ. ആ റൂമിനകത്തോട്ട് കയറുമ്പോൾ കേരളത്തിനകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാജകൊട്ടാരങ്ങളെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവിതാംകൂറും കായംകുളവും അറയ്ക്കലും അങ്ങനെ എല്ലാ കൊട്ടാരങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് പഴശ്ശിക്കുടീരത്തിൽ ആദ്യം ഉണ്ടായിരുന്ന മരം, അത് ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞില്ലേ, അതിതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം ബ്രിട്ടീഷുകാരുമായിട്ട് പഴശ്ശിരാജ നടത്തിയ കത്തിടപാടിൻ്റെ പകർപ്പുകളാണ്. അതെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് പഴശ്ശിരാജയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വാളും അമ്പും വില്ലും ഒക്കെ, അതും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് ഗോത്ര ഗാലറിയാണ് കേട്ടോ. വയനാടിൻ്റെ തനതുവാസികൾ എന്ന് പറയുന്നത് ഗോത്രവർഗ്ഗക്കാരാണ്. മ്യൂസിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പഴശ്ശിരാജാവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ചെറു മ്യൂസിയമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മ്യൂസിയത്തിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് വയനാടിന്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് നമ്മൾ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. മ്യൂസിയത്തിൽ 4 ഗാലറികളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് പഴശ്ശി ഗാലറിയാണ്, ഇത് ഗോത്ര ഗാലറിയാണ്. വയനാടിലെ തനതുവാസികൾ എന്ന് പറയുന്നത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരുടെ വീടിന്റെ മാതൃകകളും അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് നമ്മളുടെ പ്രദർശനത്തിൽ വെച്ചിരിക്കുന്നത്. ഇതാണ് പണി വിഭാഗത്തിൽപ്പെട്ടവർ താമസിച്ചിരുന്ന വീടിന്റെ ഒരു മാതൃക. അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും പിന്നെ ഈ പുറത്തിരിക്കുന്നതെല്ലാം തുടി, ഉടുക്ക്, ചീനി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഒരു മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന കുട്ട, പിന്നെ അതുപോലെ തന്നെ തൊട്ടില്, ഇതൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് കുറിച്ച വിഭാഗത്തിന്റെ വീടാണ് കേട്ടോ. കുറിച്യരുടെ തറവാടുകളാണ്. കുറിച്യ തറവാടുകൾ എന്ന് പറയുന്നത് കേരള ട്രഡീഷണൽ 4 കെട്ടാണ്. ഇപ്പോൾ 4 ബ്ലോക്കുകളുണ്ടാവും. തെക്കിനുണ്ടാവും, വടക്കിനുണ്ടാവും, കിഴക്കിനുണ്ടാവും, പടിഞ്ഞാറ്റുണ്ടാവും. നടുമുറ്റത്ത് തുളസിത്തറയൊക്കെ അവിടെ കുറിച്യരുടെ വീടുണ്ടാവും. അതേപോലെ തന്നെ ഒരക്കൂട് എന്ന് പറയുന്ന ഒരു ബ്ലോക്കും കൂടി അവരുടെ വീടിൻ്റെ അവിടെ ചേർന്ന് കാണാം. അത് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് സ്ത്രീകളാണ്. അതായത് മെൻസ്ട്രേഷൻ സമയത്തേക്ക് അവരവിടെ താമസിക്കണമെന്നായിരുന്നു അവരുടെ ഒരു ചട്ടം.
ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് കുറിച്യ വിഭാഗത്തിൽപ്പെട്ടവർ നിത്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അവരുടെ കൃഷിക്കും വീട്ടാവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അന്നവർ ഉപയോഗിച്ചിരുന്ന നിത്യോപയോഗ സാധനങ്ങൾ, പിന്നെ ധാന്യം ശേഖരിക്കാനുള്ള കൊട്ട, കൃഷി ചെയ്യുമ്പോൾ മഴ നനയാതിരിക്കാനുള്ള പ്രത്യേകതരം ഒരു കൊട്ട, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ പിന്നെ കന്നുകാലിക്കൂട്, ഇതൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കന്നുകാലിക്കൂടിനോടൊപ്പം ചേർന്ന് തന്നെയാണ് അന്ന് കൃഷി ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കലപ്പയും മറ്റുമൊക്കെ വെച്ചിരിക്കുന്നത്. ഇനി ഈ കാണുന്നത് എന്താണെന്നറിയോ? പണ്ട് കാലത്തുണ്ടായിരുന്ന കേരളത്തിലെ ഒരു അടുക്കളയാണ്. പണ്ട് കാലത്തെ കേരളത്തിലെ സാധാരണ ഒരു അടുക്കള ഇങ്ങനെയായിരുന്നു. അതിനെ അവരോട് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഒരു മലയാളിയുടെ വീട്ടിലെ അടുക്കളയിൽ കാണുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും അവരോട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഭവത്തിലും അടിപൊളിയാണ്. ഇനി ഗോത്ര ഗാലറി നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഇതുപോലുള്ള കുറേ പിന്നെ കലങ്ങളാണ്. ഇത് പിന്നെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന പാത്രങ്ങളാണ്. ഇതിന് ഏകദേശം നൂറുകണക്കിന് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ഈ കാണുന്നത് എന്താണെന്നറിയോ? ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പീരങ്കിയുടെ ഉണ്ടയാണ്. കല്ലുകൊണ്ടുണ്ടാക്കിയ ഉണ്ട. ആ ഉണ്ടയും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കാണുന്ന ഒരു പിക്ചർ ഉണ്ടല്ലേ, അത് പിന്നെ ടിപ്പു സുൽത്താൻ്റെ തന്നെ ആയുധപ്പുരയായിരുന്നു. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സുൽത്താൻ ബത്തേരി ഭാഗത്തുള്ള ഒരു ജൈനക്ഷേത്രത്തിൻ്റെ ഒരു ഫോട്ടോയാണ്. ആ ജൈനക്ഷേത്രം ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. ഇനി ഈ കാണുന്നതാണ് വീരക്കല്ലുകൾ. പണ്ട് കാലത്ത് ധീരന്മാരെ ബഹുമാനിക്കുന്നതിന് വേണ്ടി കൊടുത്തിരുന്ന ഒരു ഇതായിരുന്നു കേട്ടോ ഈ വീരക്കല്ലുകൾ. ഇതുപോലത്തെ വീരക്കല്ലുകളും അവർ ഒരുപാട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിനും ഏകദേശം നൂറുകണക്കിന് വർഷത്തെ പഴക്കമുള്ള കല്ലുകളാണ് ഓരോ. ഇനി വേറൊരു കാര്യം, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് പഴയ മലയാളം ലിപിയാണ്. കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഇത് വായിക്കാൻ അറിയുന്ന ചിലരൊക്കെ ഇന്നും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അവിടെ നിന്ന് നേരെ അകത്തോട്ട് കയറുമ്പോൾ പിന്നെ കാണുന്നത് നാണയത്തിൻ്റെ ഒരു ഗാലറിയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ തുടങ്ങും. ചേര നാണയങ്ങൾ, ചേര രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന നാണയങ്ങൾ, ടിപ്പു സുൽത്താൻ്റെ നാണയങ്ങൾ. ടിപ്പു സുൽത്താൻ്റെ നാണയത്തിൻ്റെ പ്രത്യേകത എല്ലാത്തിലും ഒരു ആനയുടെ സിമ്പൽ ഉണ്ടാവും. പിന്നെ അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ നാണയങ്ങൾ, അത് എല്ലാം ഇവിടെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് കണ്ണൂരിൻ്റെ നാണയങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് തിരുവിതാംകൂറിൻ്റെ നാണയങ്ങളാണ്. അപ്പോൾ കേരളത്തിലെ ഏകദേശം എല്ലാ നാണയങ്ങളും ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതുകൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ പുറത്തേക്ക് കിടക്കാം. അപ്പോൾ വയനാട് നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി. മ്യൂസിയം മാത്രമല്ല കേട്ടോ, അതിനോടൊപ്പം വലിയൊരു വിശാലമായ പാർക്കും കൂടിയുണ്ട്. അങ്ങനെ ഈ മ്യൂസിയത്തിൽ വരുന്നവരിൽ അധികം പേരും ഈ പാർക്കിലും കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷമാണ് കേട്ടോ പുറത്തു പോകുന്നത്. ഇനി ഇവിടെ നിന്ന് പുൽപ്പള്ളി ഭാഗത്തേക്കുള്ള യാത്ര അതിലും മനോഹരമാണ് കേട്ടോ. മാനന്തവാടിയിൽ നിന്ന് പുൽപ്പള്ളിയിലേക്ക് കാട്ടിലൂടെ ഒരു യാത്ര ഉണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ അത്. വയനാട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഡ്രൈവിംഗ് ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതൊരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെയാണ് പുൽപ്പള്ളിയിലേക്കുള്ള ഈ ഒരു റൂട്ടും. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തും ഈ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുമാണ് ഡ്രൈവ് ചെയ്യുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ അധികം വണ്ടികളൊന്നും പോകുന്നില്ല. വല്ലപ്പോഴും ഒന്നോ രണ്ടോ വണ്ടികൾ നമ്മളെ പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. അത്രയ്ക്കും സൈലൻ്റാണ്. ഇനി പോകുന്ന വഴിക്ക് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വല്ല ജീവികളെയും കാണാൻ കഴിയും. പോകുന്ന വഴിയിലെല്ലാം ആന ഇറങ്ങാൻ സാധ്യത ഉണ്ടെന്നുള്ള ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും ഈ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഡ്രൈവ് ചെയ്ത് പോവാണ് കേട്ടോ. ഇനി ഇതുവഴി നിങ്ങളും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കൂടി ഒന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. വയനാടിൻ്റെ യഥാർത്ഥ ഭംഗി അറിയണമെങ്കിൽ ഇതുപോലുള്ള ഭാഗങ്ങളിലൂടെ ഡ്രൈവ് ചെയ്ത് പോകണം. മൃഗങ്ങൾ ക്രോസ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ള ബോർഡ് പല ഭാഗത്തും വെച്ചിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ജീവികളെയൊക്കെ കാണാൻ കഴിയും. ഇതിലൂടെ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ അനുഭവിച്ചൊരു സുഖവും സന്തോഷവും ഉണ്ടല്ലോ, അത് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുവരുമ്പോൾ ഒരു ആന. ആ ആന മുകളിൽ നിന്ന് നടന്ന് താഴോട്ട് വരുന്നുണ്ട്. ചിലപ്പം റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് പോകാനായിരിക്കും. അങ്ങനെ ആനേനെയൊക്കെ കണ്ടിട്ട് വീണ്ടും എൻ്റെ യാത്ര തുടർന്നു. അങ്ങനെ കുറച്ചു നേരം യാത്ര ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ? കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തീറ്റപ്പുൽ കൃഷിയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ യാത്ര വീണ്ടും തുടങ്ങി. ഇനി എനിക്ക് പോകേണ്ടത് ബാണാസുര സാഗറിൻ്റെ അടുത്താണ്. അവിടെയാണ് ഞാനിന്ന് സ്റ്റേ ചെയ്യുന്നത്. ബാണാസുര സാഗർ ഡാമിൻ്റെ പരിസരത്ത് ഇതിനു മുമ്പ് 1-2 തവണ ഞാൻ പോയിട്ടുള്ളതാണ് കേട്ടോ. വയനാട്ടിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്പോട്ടാണ് ബാണാസുര സാഗർ ഡാം. ഡാമിനകത്തൂടെയുള്ള ബോട്ടിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റിസോർട്ടിലേക്കാണ്. ബാണാസുര സാഗറിന് തൊട്ടടുത്ത് തന്നെയുള്ള കോണ്ടൂർ റിസോർട്ട് ഐലൻഡ്, അവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. ഈ റിസോർട്ടിലേക്കുള്ള വഴിയും കുറച്ച് മോശമാണ്. ഇത് നമ്മൾ കാട്ടിനകത്തൂടെയാണ് പോകുന്നത് കേട്ടോ. കുറച്ച് ഭാഗം കാടാണ്. മൃഗങ്ങൾ പുറത്തോട്ടേക്ക് വരാതിരിക്കാനായിട്ട് ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് കോണ്ടൂർ റിസോർട്ട് ഐലൻഡ്.
ഇത് വയനാട്ടിലെ മികച്ച പ്രോപ്പർട്ടികളിലൊന്നാണ് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ റിസോർട്ടിനകത്തേക്ക് കയറി. 13 ഏക്കറിലായിട്ട് പരന്നു കിടക്കുന്ന വലിയൊരു പ്രോപ്പർട്ടിയാണ് കോണ്ടൂർ റിസോർട്ട് ഐലൻഡ്. അങ്ങനെ നമുക്ക് നേരെ റിസപ്ഷനിൽ പോവാം. അവിടെ പോയി റൂം ചെക്കിങ് ചെയ്യണം. അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ ഗേറ്റിൻ്റെ അവിടെ നിന്ന് റിസപ്ഷനിലേക്ക്. ഇതാണ് ഇവരുടെ റിസപ്ഷൻ. ഇനി ഈ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രഡീഷണൽ കേരള സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ കോണ്ടൂർ റിസോർട്ട് ഐലൻഡ്. വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ, ഈ റിസോർട്ട് ഇരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന പ്രദേശമാണ്. അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നൊരു വ്യൂ അതും പൊള്ളിയാണ്. നേരെ ഇതൊന്ന് ചെക്കിങ് ചെയ്ത് റൂമിലെത്തി കേട്ടോ. ഇതാണ് നമ്മളെ റൂം. അടുത്ത 2 ദിവസം ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബെഡ്റൂമും ടോയ്ലറ്റും. ഈ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ, ഞാൻ കാണിച്ചു തരാം. ഈ ഡോറുണ്ടല്ലോ, ഇത് പതുക്കെ അങ്ങ് തുറന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ കാണുന്നൊരു കാഴ്ച ഉണ്ടല്ലോ, മോനെ വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഒരു സൈഡിൽ ബാണാസുര സാഗർ ഡാമും അവിടുത്തെ വാട്ടർ വേയും ഒക്കെയാണ്. ഇനി ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ വലിയ കാടും മലയും ഒക്കെ കാണാം. വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.